1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് ഈ പകലത്തെ ധ്യാനത്തിനായിട്ട് വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുമണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഓക്കെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും ഉള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കിയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. തെസ്സലോനിക്ക സഭയോട് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊടുത്ത ഒരു വലിയ ഉപദേശവും നിർദ്ദേശവും ഒരു വെളിപ്പാടുമാണ് സ്നേഹം വർദ്ധിച്ച് കവിയണം. സ്നേഹം വർദ്ധിച്ച് കവിയണം. സാധാരണ നിലയിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നവരെല്ലാം കൂടുതലും പ്രതീക്ഷിക്കുന്നത് കവിഞ്ഞൊഴുകുന്ന സമൃദ്ധി ഉണ്ടാകണം, കവിഞ്ഞൊഴുകുന്ന അഭിഷേകം ഉണ്ടാകണം, കവിഞ്ഞൊഴുകുന്ന നന്മകൾ ഉണ്ടാകണം, കവിഞ്ഞൊഴുകുന്ന പ്രോസ്പെരിറ്റി ഉണ്ടാകണം, കവിഞ്ഞൊഴുകുന്ന ഒത്തിരി ബ്ലെസ്സിങ്ങുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയാൽ ഇവിടെ ഭയങ്കര ഒരു അന്തരീക്ഷം ഉണ്ടാകും, കയ്യടി ഉണ്ടാകും, എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകും. അതെല്ലാം എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത്, വേദപുസ്തകത്തിനകത്ത് ഞാൻ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചോട്ടെ. ആൻഡ് മേ ദ ലോർഡ് കേസ് യു ടു ഇൻക്രീസ് ആൻഡ് എക്സൽ ആൻഡ് ഓവർഫ്ലോ ഇൻ ലവ് ഫോർ വൺ അനദർ. ഓവർഫ്ലോ, ഓവർഫ്ലോ. ഹല്ലേലൂയ. ഇത് KJV ട്രാൻസ്ലേഷനാണ്. ഞാനിപ്പോൾ വായിച്ചത് NKJV ആണ്. കുറച്ചും കൂടെ പരിഭാഷപ്പെടുത്തിയ നല്ല മനസ്സിലാകുന്ന ഭാഷയാണ്. ആൻഡ് ഓവർഫ്ലോ ഇൻ ലവ് ഫോർ വൺ അനദർ. പറഞ്ഞേ, ഓവർഫ്ലോ. അയ്യോ, നമ്മൾ ഈ ദ ഇയർ ഓഫ് ഓവർഫ്ലോ എന്നൊക്കെ പറയുമ്പം ഭയങ്കര ആരാധന വെളിപ്പെടുന്നു. ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓവർഫ്ലോ ഭയങ്കര ഇഷ്ടമാണ്. എന്നാണ്ട് ഇന്ന് ഓവർഫ്ലോയാണ്. എല്ലാത്തിനകത്ത് ഓവർഫ്ലോ ഉണ്ടാകുന്നത് ഭയങ്കര ആനന്ദമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ വേറെ ഒരിടത്തും നിങ്ങളുടെ ബാങ്കിനകത്ത് പൈസ ഓവർഫ്ലോ ആകട്ടെ എന്ന് ഒരൊറ്റ വാക്യം ഇതിനകത്തില്ല. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്നൊരു വാക്യമുണ്ട്. എൻ്റെ പാനപാത്രം, മൈ കപ്പ് വിൽ ഓവർഫ്ലോയിങ്, അല്ലേ? എൻ്റെ കപ്പ് എന്ത് ചെയ്യുന്നു? ഓവർഫ്ലോ ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയാനുള്ളതിൻ്റെ കാരണം തൊട്ട് മുകളിലത്തെ വാക്യമാണ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അതിനെ നമ്മൾ കേവലം ഒരു ഭൗതികമായ അർത്ഥത്തിൽ മാത്രം എടുക്കരുത്. അതിന് വേറെയും അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ, വേറൊരു വ്യാഖ്യാനങ്ങളുടെ ആവശ്യകതയില്ലാതെ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ശരിക്കും കവിഞ്ഞൊഴുകേണ്ടത്, നിങ്ങളുടെ ഇടയിൽ ശരിക്കും വർദ്ധിച്ചു വരേണ്ടത് ദൈവസ്നേഹമാണ്. ഇത് നമ്മളിൽ നിന്ന് മനഃപൂർവ്വമായി ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളുടെ ഇടയിൽ, നമ്മളുടെ മധ്യയിൽ കർത്താവിന്റെ സ്നേഹം വർദ്ധിക്കണം, അത് കവിഞ്ഞൊഴുകണം. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന്. നമ്മളുടെ ഇടയിൽ, ആത്മീയരെന്ന് പറയുന്നവരുടെ ഇടയിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ, ശുശ്രൂഷകരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഒത്തിരി പെന്തിക്കോസുകാരുണ്ട്. ഇവരുടെ ഇടയിൽ കർത്താവിന്റെ സ്നേഹം വർദ്ധിച്ച് അത് കവിഞ്ഞൊഴുകിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വേറെ ഓപ്ഷൻ ഇവിടെ ഇല്ല. നമ്മളുടെ ഇടയിൽ ആ കർത്താവിന്റെ സ്നേഹം അത്
കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് തമ്മിലും. രണ്ട്, എല്ലാവരോടും സ്നേഹം വർദ്ധിച്ച് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യണം. ഒരു ചർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ വള്ളം വെള്ളത്തിലാണ് കിടക്കുന്നത്. വള്ളം എവിടെ കിടക്കുന്നേ? വള്ളം ഷോക്കേസിലല്ല ഇരിക്കുന്നത്, വള്ളം ബാങ്കിലല്ല ഇരിക്കുന്നത്, വള്ളം വെള്ളത്തിലാണ് കിടക്കുന്നത്. ഈ വെള്ളത്തിനകത്താണ് ഈ വള്ളം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ ഒരു സഭ എന്ന് പറയുന്നത് നിൽക്കേണ്ടത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കേണ്ടത്, ഇങ്ങനെ തെന്നി നിൽക്കേണ്ടത്, ഒഴുകി നിൽക്കേണ്ടത് അഹങ്കാരത്തിലല്ല, പണത്തിലല്ല, സ്നേഹത്തിനകത്ത് ഇങ്ങനെ. ഒന്ന് കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഒരു സഭ നിൽക്കേണ്ടത്, ഒരു കൂട്ടം നിൽക്കേണ്ടത് രാഷ്ട്രീയത്തിലല്ല, കയ്യാങ്കളിയിലല്ല, അഹങ്കാരത്തിലല്ല, ഉങ്കിലല്ല. ഒരു സഭ നിൽക്കേണ്ടത്, ഒരു കൂട്ടം നിൽക്കേണ്ടത്, ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നവർ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കേണ്ടത് കർത്താവിന്റെ സ്നേഹത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിൽ തന്നെയെല്ലാം കാണുവാൻ. ഭൂവിൽ എന്താ ഭൂവിൽ നിൻ സ്വഭാവം പകരണമേ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ. അടിച്ചുവിട്ട് പാടരുത്, ഋതുവൊന്നും ഇടരുത്. സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. ഭൂവിൽ ഞങ്ങൾക്കെല്ലാം വാനവനെ അങ്ങേ. അപ്പൊ ഈ സ്നേഹം ആരുടെ സ്വഭാവമാ? സ്നേഹം ആരുടെ സ്വഭാവമാ? നിൻ സ്വഭാവം. ഇതാരുടെ സ്വഭാവമാ? ഈ കൊച്ചുനാളിൽ ചോക്ക് കൈ കെട്ടിയപ്പം, പേന കൈ കെട്ടിയപ്പം ബുക്കിനകത്തോ പുസ്തകത്തിനകത്തോ കഥകിന്റെ പുറകിലോ ഒക്കെ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതി എത്ര പേരുണ്ട്? കഥകിന്റെ പുറകിലോ പുസ്തകത്തിനകത്തോ നോട്ട് ബുക്കിനകത്തോ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതി എത്ര പേരുണ്ട്? പ്രൈസ് ലോർഡ്. നമ്മൾ ആദ്യം എഴുതിയത് അതാ, ഗോഡ് ഈസ്. കാരണം അതാണ് സത്യം, ദൈവസ്നേഹമാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സകല മക്കളുമാരെയും, ഇതിനകത്തിരിക്കുന്ന സകലരെയും, നിങ്ങളുടെ മതമോ നിങ്ങളുടെ സഭയോ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ യാതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഇന്ന് പകൽ കർത്താവ് നിന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഉറപ്പ്, എൻ്റെ വിശ്വാസം, എൻ്റെ നിലനിൽപ്പെല്ലാം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എനിക്കുണ്ട് എന്നുള്ളതിലാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹം നമ്മളിൽ വെളിപ്പെടുമ്പോൾ ഈ ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ. അടുത്ത വരി എന്നാ? സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കൂ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ പാടുന്നെന്നുള്ളതല്ലാതെ, ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ പാടുന്നെന്നുള്ളതല്ലാതെ, അത്രയും പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞാൽ മതി, ബാക്കി അവർക്ക് മനസ്സിലായിക്കോളൂ. പാടുന്നെന്നുള്ളതല്ലാതെ സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കൂ. സ്നേഹിക്കാനും ക്ഷമിക്കാനും. ചില ആളുകൾ പറയാ മഴയത്ത് എന്ത് നല്ല പാട്ട്, മഴയത്ത് എന്ത് നല്ല പാട്ട്. മഴയത്തൊക്കെ ഇങ്ങനെയുള്ള പാട്ടും ഒരു ചായയൊക്കെ കിട്ടിയാൽ എന്ത് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മഴയത്ത് പാടാനും ഹെഡ്ഫോൺ വെച്ച് കേട്ട് ഉറങ്ങാനും. സ്നേഹമാം നിന്നെ, അതൊരു യാഥാർത്ഥ്യമാണ് മക്കളെ. പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം, ഈ വരികൾ ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥമായി സ്നേഹമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ?
സ്നേഹം ചതിക്കില്ല, സ്നേഹം വഞ്ചിക്കില്ല. പക്ഷേ ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളും ചതിക്കുഴികളല്ലേ? ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളിലും വഞ്ചനകളില്ലേ? അപ്പം അതൊന്നും യഥാർത്ഥമായ സ്നേഹമല്ല. യഥാർത്ഥമായ സ്നേഹം എന്താണ് എന്നുള്ളത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായാലും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും എനിക്ക് മലകളെ നീക്കാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ലാത്ത ഒരാളാണ്. ഹല്ലേലൂയ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടാനേൽപ്പിച്ചാലും. അന്നദാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ? ചാരിറ്റി സ്നേഹമാണോ? അപ്പൊ ഈ അന്നദാനം നടത്തുന്നത് സ്നേഹമാണോ? ശരിക്കും അത് സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി മാത്രമാണ്. പൗലോസ് പറയുന്നു, ഈ അന്നദാനം നടത്തുന്നതിനും അപ്പുറമായ ഒരു സ്നേഹം ഉണ്ടാകണം. എല്ലാവരും ചാരിറ്റി വർക്ക് നടത്തുന്നത് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്നേഹത്താൽ അത് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ചാരിറ്റി വർക്കുകൾ ദൈവസ്നേഹത്തിൽ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എല്ലാവരും ചാരിറ്റി നടത്തുന്നത് സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. യഥാർത്ഥമായ സ്നേഹം അന്നദാനം നടത്തുന്നതോ കൈകൊട്ടുന്നതോ പാട്ടുപാടിയതോ പ്രവചിച്ചതോ ഇതിനൊക്കെ അപ്പുറമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ എൻ്റെ ശരീരം ചൂടാനേൽപ്പിച്ചാലും എന്നൊരു വാക്ക് കണ്ടോ? പണ്ട് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് സതി. ഇന്നത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല. സതി നിർത്തലാക്കി. സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ അനാചാരത്തിനെതിരെ പ്രവർത്തിച്ചു. സതി എന്ന് പറയുന്ന അനാചാരത്തെ നിർത്തലാക്കി. എന്തായിരുന്നു സതി? ഭർത്താവ് മരിച്ച് ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യയും ചാടിച്ചാകണം. ആ ചിതയ്ക്കകത്ത് ഭാര്യയും മരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവ് മരിച്ച് കത്തി ജ്വലിക്കുന്ന ചിതയ്ക്കകത്തേക്ക് ശരിക്കും ഈ ഭാര്യ മരിക്കേണ്ടി വരുന്നത്, ചാടേണ്ടി വരുന്നത്, എടുത്തിടേണ്ടി വരുന്നത് യഥാർത്ഥമായി ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, ആചാരമാണ്. അപ്പോൾ ആചാരങ്ങളിൽ പലതിലും ഞാൻ സ്നേഹം കാണുന്നില്ല. മത അനുഷ്ഠാനങ്ങളിൽ പലതിലും ഞാൻ സ്നേഹം കാണുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹറിനിൽ ചെന്നപ്പോൾ നമ്മുടെ സോണി ബ്രദറിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു യുവാവ്, അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാനിപ്പോൾ ബൈബിൾ വായിക്കുന്നു പാസ്റ്റർ, ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയിൽ വരുന്നു, പാസ്റ്ററിന്റെ മെസ്സേജുകളൊക്കെ ഞാനിപ്പോൾ കേൾക്കുന്നു, ഇപ്പൊ കൂടുതലും ഞാൻ ബൈബിളാണ് വായിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് അതുപോലെ ഞാൻ പറയാം. ഞാൻ ഖുറാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഭഗവത്ഗീത എന്താണെന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ യഥാർത്ഥമായി സ്നേഹം കണ്ടത് ഈ പുസ്തകത്തിലാണ്. ഞാൻ യഥാർത്ഥമായി സ്നേഹം കണ്ടത് ഈ പുസ്തകത്തിലാണ്. ഹല്ലേലൂയ. സ്നേഹം, ദൈവം സ്നേഹമാണെന്ന്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹമുള്ള ദൈവം തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ള സ്നേഹം, ദ റിയൽ ലവ്, യഥാർത്ഥ സ്നേഹം ഞാൻ കാണുന്നത് വിശുദ്ധ ബൈബിളിലാണ്. ഞാനതിൽ കാണുന്നത് ഹല്ലേലൂയ, എന്നെ യുദ്ധഭൂമിയിലേക്ക് തള്ളിവിടുന്ന ഒരു ദൈവത്തെ അല്ല, എനിക്ക് എന്റെ രക്തം ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ അല്ല, എന്റെ ജീവനെ എടുക്കുന്ന ഒരു ദൈവത്തെ അല്ല, എനിക്ക് വേണ്ടി ജീവനെ നൽകിയ ഒരു ദൈവത്തെ ഞാൻ ഇതിൽ കാണുകയാണ്. ബൈബിൾ യഥാർത്ഥമായ സ്നേഹം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളെല്ലാവരും, മക്കളെ, സഹോദരങ്ങളെ, സ്നേഹം നമ്മളിൽ കവിഞ്ഞൊഴുകണം എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചു. സ്നേഹം ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ചീർക്കുന്നില്ല, വീർപ്പിച്ചിരിക്കുന്നില്ല, സ്വാർത്ഥതകളില്ല. 6-ാമത്തെ വാക്യത്തിൽ
7-ാം വാക്യത്തിൽ പറയുന്ന എല്ലാം പൊറുക്കും, എല്ലാം വിശ്വസിക്കും, പ്രത്യാശിക്കും, എല്ലാം സഹിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല. പലതിനും മാറ്റം വരാം, പലതും മാറിപ്പോകാം, പക്ഷെ സ്നേഹം ഒരു നാൾ മാറിപ്പോകില്ല. എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുവാനും പറഞ്ഞു തരുവാനും ഉള്ളൂ. ഈശോയെ, കർത്താവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഞാൻ യഥാർത്ഥമായി പറയുന്നു, ഈ ദൈവത്തോടുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള സ്നേഹം. പറഞ്ഞേ, ദൈവത്തോടുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള സ്നേഹം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള ബന്ധമാണ് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം. എനിക്ക് എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധമാണ് എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം. എനിക്ക് ഈ കർത്താവിൻ്റെ ദാസന്മാരോടുള്ള ബന്ധമാണ് എനിക്ക് ഈ ദൈവദാസന്മാരോടുള്ള സ്നേഹം. ബന്ധത്തിലാണ് സ്നേഹം വെളിപ്പെട്ടു വരേണ്ടത്. പലർക്കും സ്നേഹിക്കുന്നേ 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 യേശുവേ എന്നൊക്കെ പാടും, പക്ഷെ പലർക്കും ബന്ധമില്ല. ആ ഒരു ഡീപ്പായ ഒരു കണക്ഷൻ ദൈവത്തോടില്ല. പൗലോസ് വ്യക്തമായി നമുക്ക് തരുന്നൊരു നിർദ്ദേശമുണ്ട്. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ, എഫീസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യത്തിൽ പറയുന്നുണ്ട്. 3, 17, 18, 19 ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പോൾ ഈ ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ലവ്, വേര് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉള്ളതാണ് ആ വൃക്ഷത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ലവ്. ക്രിസ്തു വിശ്വാസത്തിൽ, ആ കർത്താവിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ. എനിക്ക് വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? നിങ്ങൾ നോക്കണം, ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ, ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ, ദൈവകൃപയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ. പലരുടെ അകത്ത്, വിശ്വാസികളുടെ അകത്ത് വിശ്വാസം ഉണ്ടോ? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് ചോദിച്ചേ, വിശ്വാസിയെ നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചേ. ഒന്ന് മുഖത്തൊക്കെ ചോദിച്ചേ, വിശ്വാസിയെ നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചേ. പല വിശ്വാസികൾക്ക് എന്തില്ല? മിണ്ടുന്നില്ലല്ലോ. വിശ്വാസികൾക്ക് എന്തില്ല? നമ്മുടെ നാട്ടിലെ ഏറ്റവും നമുക്ക് പലർക്കും ഇഷ്ടമുള്ള പലഹാരമാണ് നെയ്യപ്പം. എന്നാ ആ ചേട്ടാ, ആ ഒരു ചായ മേടിച്ചിട്ട്, ചേട്ടാ അതിൽ ഒരു നെയ്യപ്പം ഒന്ന് എടുത്തേ. നെയ്യപ്പം ആണോ അത്? പാമോയിലിനകത്ത് മുക്കിയ സാധനമല്ലേ? പാമോയിലിനകത്ത് നെയ്യെന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ടോ? എന്നാ മിണ്ടാത്ത? എന്നാ നെയ്യെന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ടോ? സാധനം പാമോയിലോ വെളിച്ചെണ്ണയിലോ വറുത്തതല്ലേ, പക്ഷെ പേരെന്തുവാ? അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ഇതുപോലെ പലരും വിശ്വാസി എന്ന് പേരേ ഉള്ളൂ, വിശ്വാസി എന്ന് പേരേ ഉള്ളൂ, സാധനമൊന്നും അതിനകത്തില്ല. വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കണമെങ്കിൽ, വിശ്വാസത്തിൽ നിങ്ങൾ വസിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണമെങ്കിൽ, നിങ്ങളുടെ റൂട്ട്, നിങ്ങളുടെ വേരെവിടെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നിങ്ങളുടെ ആ റൂട്ട് എവിടെയാണ്? ഒരിക്കലും നമ്മളായിരിക്കുന്ന സംഘടനയോട്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനത്തോട്, നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്ന സഭയോടൊക്കെ നമുക്ക് സ്നേഹം വേണം, വേണ്ടെന്നല്ല. നമ്മുടെ ദൈവദാസന്മാരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം, സ്നേഹിക്കരുന്നല്ല, നന്നായിട്ട് ബഹുമാനിക്കണം. പക്ഷേ നമ്മുടെ വേരിറക്കേണ്ടത് IPCയിലോ എൽഷദായിലോ ചർച്ചോക്കോടിലോ മർത്തോമയിലോ ഒന്നും അല്ല. നമ്മളുടെ വേരിറങ്ങേണ്ടത് സംഘടനയ്ക്കകത്തല്ല, നമ്മുടെ വേരിറങ്ങേണ്ടത് വ്യക്തികളിലല്ല. നമ്മൾ റൂട്ടഡ് ആകേണ്ടത് ക്രിസ്തുവിലാണ്. നമ്മൾ rooted in Christ. Rooted in Christ. ഞാൻ ഉറപ്പായിട്ടും പറയാം, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വിശ്വാസിയാണെങ്കിൽ, എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സഹോദരി യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, ആ വ്യക്തിയോട് ഞാൻ ഇടപഴകുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കത് ബോധ്യമാകും, ആ വ്യക്തിയുടെ ഉള്ളിൽ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിനോടുള്ള ബന്ധവും ഉണ്ടോ എന്ന്. ഞാൻ ഒരിക്കലും ഒറ്റ മനുഷ്യരെയും നിങ്ങൾ ഈ ശുശ്രൂഷകൾ വെച്ച്, അല്ലെങ്കിൽ ഒരാളുടെ കൃപാദാനങ്ങൾ വെച്ച്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് പുറപ്പെടുന്നതായ പ്രവചനം, രോഗശാന്തി, ഒത്തിരി കാര്യങ്ങൾ റോയ്പാസ് പറഞ്ഞു, ഇതൊന്നും വെച്ചല്ല ശരിക്കും ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ അളക്കുന്നത്.
പിടികിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇതിനോടുള്ള ബന്ധത്തിലല്ല. ശരിക്കും പറഞ്ഞാൽ അവൻ എവിടെയാണ്, അവൻ്റെ റൂട്ട് എവിടെയാണോ നിൽക്കുന്നത്, ആ റൂട്ട് വലിച്ചെടുക്കുന്നതാണ് അവനിൽ വെളിപ്പെട്ടു വരുന്നത്. 18-ാമത്തെ വാക്യത്തിൽ ആ സ്നേഹത്തെക്കുറിച്ച്, എഫേസ്യർ 3:18 ആ സ്നേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന്. ആ സ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നിങ്ങൾ പ്രാപ്തരാകണം. ആ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരണം. നിറഞ്ഞിങ്ങനെ കവിഞ്ഞൊഴുകണം. പാലിങ്ങനെ തിളച്ച് തൂകുന്നത് പോലെ ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ അറിഞ്ഞ് ആ സ്നേഹത്തിൽ നിറഞ്ഞ് അത് നിങ്ങളിൽ കവിഞ്ഞൊഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാകും? 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ പറഞ്ഞ് അടുത്തിരിക്കുന്ന പറഞ്ഞ് അങ്ങനെയാണേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ, അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ, അങ്ങനൊരു കാര്യം സംഭവിച്ചാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഒന്ന് കൈകൾ അടിച്ച് ദൈവം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങളുടെ ലൈഫ് അത്യന്തപരമായി അനുഗ്രഹപൂർണമാകണമെന്ന് നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങൾ ദൈവത്തോട് ചോദിച്ചതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും അത്യത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം ബ്ലെസ്ഡ് ആകാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി, ക്രിസ്തുവിൽ വേരിറക്കി കർത്താവിന്റെ സ്നേഹത്തിൽ. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നവനാണ്, എൻ്റെ പിതാവും നിങ്ങളുടെ കൂടെ വാസം ചെയ്യും. അതുകൊണ്ടാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ ആ ഒരൊറ്റ കാര്യത്തെ എടുത്തുയർത്തി പറഞ്ഞത്, കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങയോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സഭയോടുള്ള സ്തോത്രകാഴ്ച കൊടുക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പാട്ട് പാടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പാസ്റ്റർമാരുടെ അടുത്തൂടെ പറയുന്നത്, ഇൻക്ലൂഡിങ് മീ, ഞാനും കൂടി ഇത് സ്വീകരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഈ ദൈവവചനം ഇരുവാഴ്ചയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഈ വചനത്തിന് മാത്രമുള്ള, അതിന് മാത്രമുള്ള പ്രത്യേകതയാണ് അങ്ങോട്ട് വെട്ടുന്ന സാധനം ഇങ്ങോട്ടും ഉണ്ട്. ഇത് റിവേഴ്സ് ഗിയറിലും തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അകത്ത് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ സാഹചര്യം കൊണ്ടോ, നമ്മളുടെ പഠിപ്പിക്കലുകൾ കൊണ്ടോ? ഈ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ട്, അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ? ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്, കർത്താവ് വളരെ നല്ലവനാണ് കേട്ടോ, പക്ഷെ കർത്താവിൻ്റെ ആൾക്കാരത്ര നല്ലതല്ല. ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ, ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ, വ്യക്തികളോടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ, നമ്മളായിരിക്കുന്ന സംഘടനയോടുള്ള അതിനകത്തെ പിന്നെ വേറൊരു കാര്യമുണ്ട്, പൈശാചിക ആക്രമണം. അതൊരു പ്രധാന മേഖലയാണ്. ഈ ഡിമോണിക് സ്പിരിറ്റ്, പൈശാചിക മേഖല ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ പൈശാചിക ലോകം എപ്പോഴും ശ്രമിക്കുന്നത് നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോബിൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ, നാനാവിധ പരീക്ഷകൾ വന്നപ്പോഴും ജോബ് ദൈവത്തോട് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. അറ്റ് എനി സിറ്റുവേഷൻ, അറ്റ് എനി സർക്കംസ്റ്റാൻസസ്, ഈ സ്നേഹത്തിനകത്തുനിന്ന് എന്നെ ഇളക്കാൻ ആർക്കും പറ്റുകയില്ല എന്നൊരു ഉറച്ച ഡിസിഷൻ ജോബിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട്, സഹോദരന്മാരോട്, ദൈവമക്കളോട്, അമ്മമാരോട്, പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹൃദയത്തെ നമ്മളെപ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീനെന്ന് ബൈബിൾ എഴുതിയിട്ടില്ലേ? നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ഇടയ്ക്കൊന്ന് ശോധന ചെയ്യുമെന്ന് എഴുതിയിട്ടില്ലേ? ഇതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഇന്ന് പകലിൽ ഒരു ചിന്ത വരണം, കർത്താവേ,
എനിക്ക് അങ്ങേ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ദാവീദ്, സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 116 സങ്കീർത്തനം. സ്നേഹിക്കുന്നെന്നുള്ളത് അവസാനമാണോ എഴുതിയിരിക്കുന്ന, ആദ്യമാണോ? പറ. മലയാളത്തിൽ ഞാൻ അവനെ, എൻ്റെ പ്രാർത്ഥന യാചന എല്ലാം കേട്ടോണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇതാ മലയാളിയുടെ കുഴപ്പവും. ആരും വേണ്ടുന്നില്ലല്ലോ. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥന യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അപ്പുറമായിട്ട് കർത്താവേ, ഐ ലവ് ദ ലോർഡ്, ഐ ലവ് ദ ലോർഡ്. ഒന്നാമത് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ഓരോന്നും നമ്മൾ എടുക്കുമ്പം ഓരോ മേഖലയിലും തൻ്റെ യുദ്ധജയങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളിലും എല്ലാം ദാവീദ് എടുത്തു പറയുന്നൊരു വേർഡാണ് ഐ ലവ് മൈ യാവേ, ഐ ലവ് മൈ ലോർഡ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. വീണ്ടും ചോദിക്കുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമാണോ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നിങ്ങളുടെ ജീവിതം അത്യന്തപരമാകണോ, അത്ഭുതകരമാകണോ? ഒറ്റ കാര്യം നിങ്ങളിൽ സംഭവിച്ചാൽ മതി. ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇച്ചിരി വിഷമമൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ പ്രയാസം വരുമ്പോഴും പല ടെൻഷനുകളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഞാൻ മാക്സിമം വർഷിപ്പ് സോങ്ങുകൾ, നല്ല കർത്താവിനെ സ്നേഹിക്കുന്ന, നമുക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹം തോന്നുന്ന പാട്ടുകൾ ഞാൻ കേൾക്കും. അങ്ങനെയുള്ള ഈ നിന്നെയും കൊല്ലും ഞാനും ചാവൂ എന്ന് പറയുന്ന പ്രസംഗമല്ല, നല്ല സ്നേഹം നമുക്ക് കർത്താവിനോട് തോന്നുന്ന തരത്തിലുള്ള നല്ല മെസ്സേജുകൾ കേട്ടിട്ട് ഇങ്ങനെ ഈ നാട്ടുകാരെ എല്ലാം കുറ്റവും പറഞ്ഞ്, ഉടുപ്പിനെ കുറ്റവും പറഞ്ഞ്, വസ്ത്രത്തെ കുറ്റവും പറഞ്ഞ്, അതൊക്കെ നമുക്കിഷ്ടം, അതിനാണിന്ന് മാർക്കറ്റ്. പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ട് നമുക്ക് ദൈവത്തോട് സ്നേഹം തോന്നുന്ന മക്കളെ, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എൻ്റെ ഉപദേശത്തെ ദയവായിട്ട് സ്വീകരിക്കണം. നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നകറ്റുന്നതൊന്നും കേൾക്കാൻ പോകരുത്. ഒരു സാധനവും കാണാനും പോകരുത്. കർത്താവിനോട് സ്നേഹം തോന്നുന്ന പാട്ടുകൾ, കർത്താവിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാകുന്ന ആ ഒരു വചനഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മുടെ അകത്തെ സ്പിരിറ്റിനെ, ആത്മാവിനെ നമ്മൾ റിസ്റ്റോർ ചെയ്തെടുക്കണം. ഇങ്ങനെ പട്ടം കയ്യിൽ നിന്ന് പോകുന്ന പോലെ എവിടുന്നോ ഇങ്ങനെ കൈവിട്ട് കിഴുകാൻകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിനെയും നമ്മുടെ സോളിനെയും എല്ലാം ആ ദൈവസ്നേഹത്തിനകത്ത് ഇങ്ങനെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്ന് അങ്ങ് റിസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചോദിക്കുന്നതിലും നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുന്നത്. സത്യമായും ഞാൻ നിങ്ങളോട് പറയും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടെയാണ് മറുപടി ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇയാൾ മര്യാദകടല്ലയോടോ കാണിച്ചത്, ഇങ്ങോട്ട് എടുക്കടോ എന്നൊക്കെ പറയുമ്പോഴാണോ നിങ്ങൾക്കത് കൊടുക്കാൻ തോന്നുന്നത്? ബ്രദറെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കുക, ബ്രദറെ ആ പേന ഒന്ന് തരുമോ, ആ പേന ഒന്ന് തരുമോ? ആ സ്നേഹത്തോടെ ചോദിക്കുമ്പോഴാണോ കൊടുക്കാൻ തോന്നുന്നത്? ആണോ രണ്ടുപേരായിട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ പേന കൊണ്ട് നിന്നെ കുത്തി കൊല്ലാതിരുന്ന നീ സൂക്ഷിച്ചോണം. അവരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എങ്ങനെയാ കൊടുക്കാൻ തോന്നുന്നത്? നിങ്ങൾക്ക് ഒരാൾ ഒരു സാധനം നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ചോദിക്കുമ്പോഴാണ് കിട്ടുന്നേ? സ്നേഹത്തോടെ ചോദിക്കണം. അപ്പം അത് മാനുഷിക തലത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവത്തോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് ഭയങ്കരമായിട്ട് ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഈ വർഷിപ്പൊക്കെ ചെയ്യുമ്പോഴേ, നമ്മൾ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഇങ്ങനെ നമുക്കറിയാം ആ പ്രസൻസിനകത്ത് നമ്മളിങ്ങനെ കുളിക്കുക. ആ സാന്നിധ്യത്തിൽ കുളിച്ചിട്ട് കേട്ടെ കൈയടിച്ച് കളയല്ലേ. കൈയടിക്കാനുള്ള മെസ്സേജാണ് എൻ്റെ ബൈബിളിൽ ഇരിക്കുന്നത്. അത് വരരുതെന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ സ്നേഹത്തിൽ ഇങ്ങനെ കുളിച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് തമ്പുരാനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുമ്പം അപ്പാ എൻ്റെ കുഞ്ഞിനെ ഓർക്കണേ അപ്പാ, എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം ഓർക്കണേ അപ്പാ. കർത്താവേ, എൻ്റെ ആ സാമ്പത്തിക വിഷയത്തിൽ ഒന്ന് ഇടപെടണേ അപ്പാ.
അങ്ങോട്ട് ആ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് റിലീസ് ചെയ്തോണ്ടല്ലോ, അതിഞ്ഞ് പോരും. ഒന്ന് കരമടിച്ച് കർത്താവിന്. അതാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിനകത്ത് വേരൂന്നിയാൽ, ആ സ്നേഹം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അതുകൊണ്ടാണ് എന്നാൽ എന്ന വാക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. എന്താണ് ആ എന്നാൽ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നിയാൽ, ആ സ്നേഹത്തിന്റെ വീതി, നീളം, ആഴം, ഉയരം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. കൈകൾ അടിച്ച് ഒന്ന് ആത്മാവിൽ സ്വീകരിച്ച്. നമ്മൾ ഇന്ന് വായിച്ചത് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നല്ലേ വായിച്ചത്. ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സഭയായിരുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യത്തിൽ ആ സഭയോട് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്ന് വായിച്ചേ. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. തെസ്സലോനിക്ക സഭയുടെ ഒരു പ്രത്യേകത പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ സഹോദര പ്രീതിയെ കുറിച്ച്, ബ്രദർലി ലവിനെ കുറിച്ച്. സഹോദര പ്രീതി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ, ബട്ട് ആസ് ടച്ചിങ് ബ്രദർലി ലവ് യു നീഡ് നോട്ട്. ബ്രദർലി ലവ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സ്നേഹത്തെ കുറിച്ച് ഇനി തെസ്സലോനിക്ക സഭയ്ക്ക് ഞാൻ ലേഖനം എഴുതുന്നില്ല. ഇനി നിങ്ങൾക്ക് എഴുതുന്നില്ല ഞാൻ. കാരണം നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ പ്രത്യേകത, നിങ്ങൾ ഈ നോട്ട് എഴുതിയെടുക്കുന്നവർ മാത്രമല്ല, ഈ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല. പിന്നെ 10-ാമത്തെ വാക്യത്തിൽ തന്നെ അവരെ കുറിച്ച് പറയുന്നേ, മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും നിങ്ങൾ അങ്ങനെ ആചരിച്ചു പോന്നല്ലോ. അപ്പൊ നിങ്ങൾ ഈ നോട്ട് എഴുതി സ്നേഹം .1 വാക്യം 4 ഇത് എത്ര ബുക്ക് വീട്ടിയിരിപ്പുണ്ട്, ആരും മിണ്ടുന്നില്ലല്ലോ. ബൈബിള് നിറച്ചും കുറിപ്പാ. ബൈബിൾ എങ്ങാണൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മഴ പെയ്യുന്നോലെ ഈ കുറിപ്പെല്ലാം കൂടെ താഴെ വീഴും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ഈ നോട്ട് എഴുതി എടുത്തവർ മാത്രമല്ല, സ്നേഹത്തെക്കുറിച്ച് ഇനി ഞാൻ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുന്നില്ല. കാരണം ഇനി അത് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ സത്യം അറിയാമോ? നമ്മുടെയൊക്കെ ചർച്ചിലെ ഈ ദൈവത്തിൻ്റെ ഇടപെടിയിൽ ശ്രദ്ധിച്ചോണം. സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിന് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തൻ്റെ ദാസന്മാരെ അയച്ച് വചനത്തിലൂടെ ദൈവം അത് നമ്മളെ കറക്റ്റ് ചെയ്യും. ഞാനും ജിജിപ്പാസും ഒക്കെ ചില ഫാസ്റ്റിംഗ് പറയാൻ ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടും ഇങ്ങനെ. കാരണം ഇന്നലെ വന്ന പാസ്റ്റർ പറഞ്ഞ സാധനം തന്നെ 2-ാമത്തെ ദിവസം വന്ന ആളും പറഞ്ഞേ, 2-ാമത്തെ ദിവസം വന്ന് പറഞ്ഞ ആള് അതേ സാധനം തന്നെ 3-ാമത്തെ ദിവസം വന്ന് നിൽക്കുന്ന ആള് പറയുകയാണ്. 3-ാമത്തെ ദിവസം വന്ന 4-ാമത്തെ ദിവസം വന്ന ദൈവദാസൻ 1-ാമത്തെ ദിവസം വന്ന ദൈവദാസൻ പറഞ്ഞ അതേ പോയിന്റിലോട്ട് കയറുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായത് കേട്ടപ്പം? എനിക്കെന്ത് മനസ്സിലായെന്ന് ഞാൻ പറയാം. 1-ാമത്തെ ദിവസം പറഞ്ഞിട്ട് ഇതുങ്ങളൊന്നും എടുത്തില്ല. 1-ാമത്തെ ദിവസം പറഞ്ഞ സാധനം ഇതുങ്ങൾ എടുത്തെങ്കിൽ 2-ാമത്തെ ദിവസം ദൈവം ഇത് പറയിക്കൂ. 2-ാമത്തെ ദിവസവും പറഞ്ഞിട്ട് ഇതുങ്ങളൊന്നും ഇത് എടുത്തിട്ടില്ല എങ്കിൽ ഇത് 3-ാമത്തെ ദിവസം പറയിക്കൂ. ഇത് നിങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ വരുന്നവരല്ല ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എവിടെയോ ആ കാര്യത്തിനകത്ത് നമ്മൾ സെറ്റാകാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കർത്തൃദാസനെ അയച്ച് ദൈവം ഈ കാര്യം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, മക്കദോനിയ സഭയ്ക്ക് അല്ലെങ്കിൽ തെസ്സലോനിക്ക സഭയ്ക്ക് ഇനി ഈ ലേഖനം ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചുള്ള ലെറ്റർ ഞാൻ എഴുതുന്നത് നിർത്തുകയാണ് എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ കാരണം, അവരാ സംഭവം ആദ്യത്തെ കത്ത് തന്നെ, ആദ്യത്തെ ലേഖനം തന്നെ, ആദ്യം കൊടുത്ത ഉപദേശം തന്നെ ഇവരെല്ലാം ഏറ്റെടുത്തിട്ട് മക്കദോനിയയിലൊക്കെയുള്ള സഹോദരന്മാരോടും അവർ കാണുന്നവരോടും മിണ്ടുന്നവരോടും എല്ലാം അവരിത് ആചരിച്ച് അതിലധികമായി അവർ വർദ്ധിച്ചു വന്നു. നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. സ്നേഹിക്കുന്നേ 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 യേശുവേ
4 റൗണ്ട് വേണേലും നമ്മൾ പാടും. ആരും മിണ്ടുന്നില്ലല്ലോ, ഒരു ചെലവും ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്ക്, അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തേച്ചും അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞ ഞാൻ നിന്നെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറയുമോ? ആണോ, ഞാൻ പറഞ്ഞു പോലുമില്ല, അതാ അവിടെ പറഞ്ഞു. നമ്മൾ പറയുമോ? പക്ഷെ അത് കറക്റ്റാണോ? അത് കൃത്യമാണോ? കാരണം മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്, എക്സ്റ്റേണലായിട്ട് ആ പറഞ്ഞത്, ചെയ്തത്, പാടിയത്. പക്ഷെ ദൈവം മാത്രമാണ് ഹൃദയം അറിയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ഫേക്കായ ഒരു സ്നേഹമല്ല, ഇഷ്ടമല്ല ദൈവത്തിന് വേണ്ടത്. പറഞ്ഞ ഇഷ്ടമല്ല ചോദിക്കുന്നത്, സ്നേഹം. ഇനി ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാവരും കരുതുന്ന ഇഷ്ടവും സ്നേഹവും ഒന്നാന്നല്ല. ലൈക്കും ലവും. ഇഷ്ടം എന്താ? ലൈക്ക്. ലവ് എന്താ? സ്നേഹം. ഫേസ്ബുക്കിനകത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നേ? കണ്ടോ എത്ര ആളുകളുടെ ആ ഒരു ഫേസ്ബുക്കിനകത്ത് എന്തോ ചെയ്യുന്നേ? ലൈക്ക്, ഇഷ്ടം. പ്രൈസ് ലോർഡ്. അപ്പം നേരത്തെ ചോറും കറിയും ഇഷ്ടമായിരുന്നു, ഇപ്പം ചോറും കറി ഇഷ്ടമല്ല. ഇപ്പം രാത്രി ചപ്പാത്തിയാണ് കഴിക്കുന്നത്. നേരത്തെ ആ പുള്ളിയുടെ, പണ്ട് ഞാൻ ഈ പുള്ളിയുടെ പ്രസംഗം കേൾക്കുമായിരുന്നു, എനിക്ക് ആ പുള്ളിയുടെ പ്രസംഗമൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങാടെ പ്രസംഗം കേൾക്കുകയില്ല. അപ്പൊ ഇഷ്ടത്തിന്റെ പ്രത്യേകത എന്താ? ഇഷ്ടം മാറും. ചോറായിരുന്നു ഇഷ്ടം, ഇപ്പം മാറി ചപ്പാത്തിയായി. നേരത്തെ ആ പാസ്റ്ററായിരുന്നു ഇഷ്ടം, ഇപ്പം അത് മാറി മറ്റേ പാസ്റ്ററായി. ഇഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും? മാറ്റം വരും. പക്ഷെ സ്നേഹത്തിനുള്ള പ്രത്യേകത ഇത് ഇളക്കാൻ പറ്റുകയില്ല. ഒന്ന് കരമടിച്ച്, സ്നേഹത്തിനുള്ള പ്രത്യേകത ഇത് ഇളക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ഈ ഭൂമിയിലുള്ള യാതൊന്നിനും, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ യാതൊന്നിനും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് സ്നേഹത്തോടെ പറയാം, നിങ്ങൾക്ക് കർത്താവിനോട് വേണ്ടത് ഇഷ്ടമാകരുത്. ഇഷ്ടം കോൺട്രാക്റ്റ് ആണ്, സ്നേഹം കോൺട്രാക്റ്റ് അല്ല, കവനന്റ് ആണ്, ഉടമ്പടിയാണ്. ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടെങ്കിലും, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മുന്തിരിവള്ളി കായ്ച്ചാലും ഇല്ലെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ശദ്രക്, മേശക്, അബേദ്നഹോം എന്ന ഈ 3 ചെറുപ്പക്കാർക്ക് ദൈവത്തോടുണ്ടായിരുന്നത് സ്നേഹമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ തന്നെ സേവിക്കും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും കർത്താവിനുള്ളത് സ്നേഹമാണ്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണോ? ആണോ? അല്ല, ഇഷ്ടം വരുന്നത് എങ്ങനാ? നിന്റെ ആ ചിക്കൻ കറി എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പദം എവിടാ ഉപയോഗിച്ചേ? നിന്റെ ചിക്കൻ കറി എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് നല്ല സൂപ്പറായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു. അതിനകത്ത് ഇച്ചിരി ഉപ്പ് കൂടി അത് പറയുമോ? പറയത്തില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു സാധനത്തിന് തിരിച്ചിങ്ങോട്ട് തരുന്ന സംഭവമാണ് ഇഷ്ടം. ആണോ? പറ. എനിക്ക് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് എനിക്കിഷ്ടമല്ല, നമുക്ക് അവിടെ കയറണം, മറ്റെടുത്ത് കയറാം. എന്താ കാരണം? അവിടുന്ന് എപ്പോഴോ കിട്ടിയ സാധനം നിങ്ങൾക്ക് പിടിച്ചില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്ന സാധനത്തിന് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഇഷ്ടം എപ്പോഴും എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് നിന്നാൽ എനിക്കിഷ്ടമാണ്. പറ. എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് നിന്നാൽ എനിക്കിഷ്ടമാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് നിന്നില്ലെങ്കിൽ ഇഷ്ടമല്ല. പക്ഷെ സ്നേഹം അതല്ല. ശത്രുക്കളായിരുന്നപ്പോഴും ദൂരസ്ഥരായിരുന്നപ്പോഴും, ക്രൂശിന് ഞാനും നിങ്ങൾ ശത്രുവായി നടന്നപ്പോഴും എന്നെ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടതാണ്
എന്നെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതാണ്, എന്നെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പേ ദൂരസ്ഥരായിരുന്ന എന്നെ സമീപസ്ഥനാക്കിയതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ സ്നേഹം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവവചനം പഠിക്കുന്നവർ, സഭയിലായിരിക്കുന്നവർ, നമ്മൾ ഓരോരുത്തരുടെയും അകത്ത് കവിഞ്ഞൊഴുകേണ്ടത്, നിലനിൽക്കേണ്ടത് സ്നേഹമാണ്. പറഞ്ഞ് സ്നേഹമാണ്. ഓക്കെ, ഞാൻ തെസലോനിക്ക സഭയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ സ്നേഹം ആചരിച്ചു പോന്നു. ജിജി പാസ്റ്ററല്ലേ വാക്യം വായിച്ചത്? അവർ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ എല്ലാ സഹോദരന്മാരുടെ സ്നേഹം ആചരിച്ചു. എന്താ പാസ്റ്റർ ഈ സഭയ്ക്ക് ഇത്ര സ്നേഹം? എന്താണ് ഈ തെസലോനിക്ക സഭയ്ക്ക്? മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അവരെല്ലാരെയും സ്നേഹിക്കുന്നു, അവർ ദൈവദാസന്മാരെ സ്നേഹിക്കുന്നു. കൊരിന്ത്യ സഭ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പൗലോസ് സ്ഥാപിച്ച സഭ തന്നെ കൊരിന്ത്യ സഭ. ഈ കൊരിന്ത്യ സഭയിൽ പൗലോസ് പറഞ്ഞു, ഇനി ഞാൻ വരുമ്പം ചൂരലുമായിട്ട് വരും, ഷുഗറിന്റെ മൈക്കുമായിട്ട് വരുമെന്നല്ല പറഞ്ഞു, ഇനി ഞാൻ വരുമ്പം ചൂരല് വടിയും കൊണ്ട് വരുമെന്നാണ് പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇനി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ വടിയോടെ കൂടെ വരുമെന്നോ അടി തരുമെന്നാണ് പറഞ്ഞു. ആരും മിണ്ടുന്നില്ലല്ലോ. അത്ര നല്ല ആളുകളായിരുന്നു അവിടെ. പക്ഷെ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഞാൻ ലേഖനം പോലും എഴുതുന്നില്ല, നിങ്ങളോട് ഇനി ഒന്നും പറയാനില്ല എനിക്ക്. എന്തായിരിക്കും അതിനകത്തെ കണ്ടന്റ്, അല്ലെങ്കിൽ അതിനകത്ത് വെളിപ്പെട്ടത്? വായിക്കാം. രണ്ട് വാക്കുകൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. 1 തെസ്സലോനിക്കർ 1:4 വാക്യം ഒന്ന് വായിച്ചേ. അവരുടെ പ്രത്യേകത അവിടെ കാണാം. 4 വാക്യവും 6 വാക്യവും 7 വാക്യവും. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. അടിവരയിടണം ആ വാക്കിന്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. പിടികിട്ടിയോ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഒന്നുകൂടെ പറയാം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. ഇപ്പൊ ഞാന് ഈ ഇരിക്കുന്ന സഹോദരനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളതിന്റെ കാരണം, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ബ്രദറിനെ എനിക്ക് മനസ്സിലാക്കാനുള്ള കാരണം, ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു, ഞാൻ അത്ര വലിയ പുള്ളിയൊന്നും അല്ലായിരുന്നു. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ച്, എന്നോട് കരുണ കാണിച്ച്, എൻ്റെ ദൈവം എന്നെ നിർത്തിയത്. എനിക്കൊരു പൊങ്ങച്ചോ ഒരു വകുപ്പും ഒന്നും പറയാനില്ല. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എന്നാൽ ദൈവത്താൽ ഞാൻ സ്നേഹിക്കപ്പെട്ട ആളാണ് എന്ന എൻ്റെ ബോധ്യമാണ് എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നത്. പിടികിട്ടുന്നില്ല. അധികം ഇളച്ചു കിട്ടിയവൻ, വാക്യം പറ, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. കുറച്ച് ഇളച്ചു കിട്ടിയവൻ കുറച്ച് സ്നേഹിക്കുന്നു. എൻ്റെ ഒത്തിരി പാപങ്ങളെ ദൈവം ഇളച്ചു തന്നതാ. എൻ്റെ കടം എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചതാ എന്ന ബോധം എനിക്കുണ്ടെങ്കിലേ എൻ്റെ കടക്കാരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. ഞാനങ്ങ് ഭയങ്കര പെർഫെക്റ്റ് പുള്ളിയാണ്, എന്നെ പോലൊരു വിശുദ്ധൻ ഈ ലോകത്തില്ല, ഞാനാണ് വിശുദ്ധിയുടെ കൊടുമുടിയിൽ ഇരിക്കുന്നത്, സിയോനിൽ കാണുന്ന 14,000 പേരിൽ ഒരാൾ ഞാനും എൻ്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിൽ നടന്നാൽ വേറെ ഒരെണ്ണത്തെ നിനക്ക് ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. ആരുമില്ലേ ഇവിടെ? പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ മനുഷ്യനെ ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മതത്തിന് പലരെ അംഗീകരിക്കാൻ പറ്റില്ല. മതമാണ് തമ്മിൽ അകറ്റുന്നത്, മതമാണ് വിഭാഗ്യതകൾ ഉണ്ടാക്കുന്നത്, സ്നേഹമാണ് ചേർത്ത് പിടിക്കുന്നത്. ഒന്ന് കരമടിച്ചു നിർത്താൻ. സ്നേഹമാണ് ചേർത്ത് പിടിക്കുന്നത്, സ്നേഹമാണ് ചേർത്ത് പിടിക്കുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ അകത്ത് ആ കർത്താവിന്റെ സ്നേഹം ഉണ്ടാകട്ടെ. കരങ്ങളൊന്ന് അടിച്ച്, അധരങ്ങൾ തുറന്ന്, ശബ്ദമുയർത്തി. മതം തമ്മിൽ അകറ്റുന്നു, മതം തമ്മിൽ അടുപ്പിക്കുന്നു, മതം കലഹങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ സ്നേഹം ചേർത്ത് പിടിക്കുന്നു, സ്നേഹം അംഗീകരിക്കുന്നു, സ്നേഹം ഉൾക്കൊള്ളുന്നു, സ്നേഹം മനസ്സിലാക്കുന്നു. ഓ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. സ്നേഹം നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു.
പുള്ളി പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരാ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. പക്ഷേ ഒരിക്കലും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മറ്റൊരു നിലയിലാകാതിരിക്കണമെങ്കിൽ ദൈവത്താൽ ഞാൻ സ്നേഹിക്കപ്പെട്ട ആളാണ് എന്ന ബോധ്യം ഉണ്ടാകണം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നെന്നാണ് പൗലോസ് പറഞ്ഞു. കൈകൊട്ടാൻ, പാടാൻ, പ്രാർത്ഥിക്കാൻ, പ്രസംഗിക്കാൻ, സ്വോത്രകാഴ്ച കൊടുക്കാൻ, ദൈവദാസന്മാർ എല്ലാം ആ ഒരു കൊടുക്കുന്നതിലും അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ. അതിനകത്ത് ഒരു സ്നേഹമുണ്ട് ദൈവത്തോട്. കർത്താവേ, എൻ്റെ പേഴ്സേ ഇരിക്കുന്ന ഈ പൈസ സത്യം പറഞ്ഞാൽ നീ എനിക്ക് തന്ന ആരോഗ്യം, നീ എനിക്ക് തന്ന നന്മയാണ്, എൻ്റെ കഴിവുകൊണ്ടോ മിടുകൊണ്ടോ ഒന്നും കിട്ടിയില്ല, കർത്താവ് എനിക്ക് തന്ന അതിൽ നിന്നൊരു അംശം ഞാൻ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട്, കർത്താവിൻ്റെ വേലയ്ക്ക്, അവിടെ ഞാൻ കാണുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ് എല്ലാറ്റിലും. ഇതില്ലാതെ നിങ്ങളെല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണെങ്കിൽ, പക്ഷേ അടുത്ത വാക്യം, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണെങ്കിൽ 6-ാമത്തെ വാക്യം നോക്കി. 6-ാമത്തെ വാക്യം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നെന്ന്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ സന്തോഷം ഉണ്ടായിട്ട് നിങ്ങൾ വചനം കൈക്കൊണ്ടു. ഭയങ്കര പ്രശ്നത്തിലൂടെ പോവുകയാണ് അവർ, പക്ഷേ അവർ ഭയങ്കര ഹാപ്പിയാ. കൈകൊടുത്ത് പറഞ്ഞ ഭയങ്കര പ്രശ്നം, പക്ഷെ ഭയങ്കര ഹാപ്പിയാ. അവർ ബഹു കഷ്ടത്തിലൂടെ പോകുകയാണ്. ബഹു കഷ്ടം എന്ന് പറയുന്നത് ബഹുവചനം മനസ്സിലായല്ലോ, ഒന്നല്ല പലത്. ബഹുവചനം പലത്, പല പ്രശ്നങ്ങളിലൂടെ അവർ പോകുകയാണ്. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടും അവർക്ക് എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും നിങ്ങൾ അനുകാരികളായി തീർന്നു. സത്യം പറഞ്ഞ പൗലോസ് പറഞ്ഞത്, തെസ്സലോനിക്ക സഭയെ നിങ്ങളെ എല്ലാരും കണ്ടു പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ വാക്യത്തിൽ ദൈവമനുഷ്യൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ മഖദോനിയയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. സത്യം പറഞ്ഞാൽ അതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്? ആമേൻ. നിങ്ങൾ മഖദോനിയയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ മാതൃകയായി. എന്ത് കാര്യത്തില? സ്നേഹിക്കുന്നതിൽ, സ്നേഹം കൊടുക്കുന്നതിൽ, പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ, ആറ്റിറ്റ്യൂഡിലൂടെ, ബഹുമാനത്തിലൂടെ ഒക്കെ. ഹല്ലേലൂയ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നിയാൽ, നിങ്ങൾ ഡീപ്ലി റൂട്ടഡ് ആണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആകും. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളൊരു ബ്ലെസ്സിങ് ആകും. നിങ്ങളുടെ ദേശത്തിന് നിങ്ങളൊരു ബ്ലെസ്സിങ് ആകും. അതിലെല്ലാം അപ്പുറമായി നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളിൽ ചെയ്യുവാൻ കർത്താവിന് കഴിയും. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. 2 കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഓ റബ ശാന്താർ വൈഡമർദ്ദകന. ഒരു വലിയ ലോങ് മെസ്സേജ് ആണ് എൻ്റെ മുമ്പിൽ, പക്ഷെ അതിലേക്ക് പോകാനുള്ള നേരം എൻ്റെ മുൻപിൽ ഇല്ല. ഇതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത സ്നേഹമാണ്. ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ ലവ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. എനിക്ക് ആ വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് ക്രിസ്ത്യാനികളല്ലാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഞാനൊരു പെന്തിക്കോസ് വിശ്വാസിയോ ക്രിസ്ത്യാനിയോ വർത്തവക്കാരനോ യാതൊരാളുമല്ല. ഞാൻ ഇന്നിവിടെ ആദ്യമായിട്ട് വന്ന ഒന്ന് കൈ ഉയർത്തി പിടിക്കാവോ? അണ്ട മക്കളെ, കർത്താവ് മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടി. ക്രിസ്തുവോ അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്.
ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച് വായികൾ തുറന്ന് പറഞ്ഞേ സ്നേഹം പ്രകടമാക്കി. ഉറക്കപ്പറ സ്നേഹം പ്രകടമാക്കി. ഇനി ഇപ്പുറത്തിരിക്കുന്ന ആളുടെ തോളയിലൊന്ന് തട്ടിയിട്ട് പറ സ്നേഹം പ്രകടമാക്കാനുള്ളതാ. പറ സ്നേഹം പ്രകടമാക്കാനുള്ളതാ. സ്നേഹം ഉറക്കെ പറ സ്നേഹം പ്രകടമാക്കാനുള്ളതാ. അത് മക്കളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, അത് വ്യത്യസ്ത നിലകളിലാകട്ടോ. വ്യത്യസ്ത നിലകളിൽ മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും സ്നേഹിക്കണം. ഹല്ലേലൂയ. കൈ കൊടുത്ത് അതുകൂടെ പറയാതെ സ്നേഹം കൈ കൊടുത്ത് പറഞ്ഞ സ്നേഹം വഴി വിട്ടു പോകരുതെന്ന് പറയും. കൈ കൊടുത്ത് പറഞ്ഞ സ്നേഹത്തിന് കറക്റ്റായിട്ട് ഒരു ഓർഡറുണ്ട്. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും മൂത്ത സഹോദരങ്ങളെ ഒരു അപ്പനെ പോലെയും ഇളയ സഹോദരങ്ങളെ ഒരു സഹോദരനെ പോലെയും ആ സ്നേഹത്തിനൊരു ക്രമമുണ്ട്. ഹല്ലേലൂയ. ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം ഭർത്താവിന് തന്നെ കൊടുക്കണം, വേറൊരു ഭർത്താവിന് കൊടുക്കരുത്. അത് കർത്താവിന് കൊടുത്തേക്കണം. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണം, വേറൊരുത്തന്റെ ഭാര്യയ്ക്ക് കൊടുക്കരുത്. സ്നേഹത്തിന് എന്തുണ്ട്? ആ സ്നേഹത്തിന് കൃത്യമായ ഒരു ക്രമമുണ്ട്. സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ ലോകത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ്. അമ്മയുടെ സ്നേഹം വലിയ സ്നേഹമാണ്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ള ഒരു അമ്മയുടെ സ്നേഹം, മാതൃസ്നേഹം ഒരു വലിയ സ്നേഹമാണ്. പക്ഷെ ഇന്ന് അതിനകത്ത് പോലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അതിനകത്ത് പോലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ, ഈ സ്നേഹം ഒരു ആശ്രയമാണ്, സ്നേഹം ഒരു വിശ്വാസമാണ്. അതിനകത്ത് പോലും നമുക്കിന്ന് ആശ്രയിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തെസ്സലോനിക്ക സഭ പോലെ ആകട്ടെ തിരുവല്ല എൽ ഷദായ് ചർച്ച് സ്നേഹം മാതൃകയാക്കുന്ന, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദൈവസഭയാക്കി കർത്താവ് നിങ്ങളെ മാറ്റട്ടെ. മക്കളെ, സ്നേഹത്തിന് സകലതും കീഴ്പ്പെടുത്താൻ കഴിയും. ഉറപ്പായിട്ടും കീഴ്പ്പെടുത്താൻ കഴിയും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരോടൊന്ന് പറയട്ടെ, നിങ്ങളുടെ ഭാര്യ ഒന്ന് സ്നേഹിച്ചു നോക്ക്. ചുമ്മാ സ്നേഹിച്ച് നോക്കച്ചാവുന്ന, ഞാൻ കാര്യമായിട്ട് പറയുക, വെറുതെ പറയല്ല. ഒന്ന് സ്നേഹിച്ച് നോക്ക്. അവർ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പായിട്ടും തരും. ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രകൃതിയുടെ പ്രതിഭാസം. ബൂമറാങ് പോലെ. ബൂമറാങ് എന്താണെന്നറിയോ? ഈ സാധനം ഇങ്ങനെ എറിഞ്ഞേച്ച് അവിടെ കൊണ്ടേച്ച് ഈ സാധനം തിരിച്ച് പുള്ളിയെടുത്ത് തന്നെ വരും. നമ്മളത് കൈകൊണ്ട് പിടിക്കും. സ്നേഹം അതുപോലെ, ബൂമറാങ് പോലെ. അങ്ങോട്ട് എറിയുന്ന സാധനം തിരിച്ച് ഇങ്ങോട്ടും വരും. ഒന്ന് കരമടിച്ച് അങ്ങോട്ട് ഇടുന്ന സാധനം തിരിച്ച് ഇങ്ങോട്ടും വരും. സ്നേഹം പ്രകടമാക്കാനുള്ളതാ. അത് ചിരിയിലൂടെ, സംസാരത്തിലൂടെ, ആറ്റിറ്റ്യൂഡിലൂടെ. സത്യം പറയട്ടെ സഹോദരങ്ങളെ, ഞാനിങ്ങനെ 1-2 ടെസ്റ്റിമോണി ഉണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ, കൊട്ടാരക്കര ചർച്ചിൽ, ഈ ഇവിടെ അടുത്ത്, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വൈഫ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അജി എന്ന് പറഞ്ഞൊരു സഹോദരൻ നമ്മുടെ ചർച്ചിലുണ്ടായിരുന്നു. ഏത് വർഷമായിരുന്നു ഫസ്റ്റ് അജി ബദറൊക്കെ വന്നുകൊണ്ടിരുന്നത്? 2012-11 ആ ഒരു സമയത്താണ് പുള്ളി. അദ്ദേഹം പിന്നെ എന്തൊരു മിനിസ്ട്രിയാ, ബെറാക്ക, നമ്മുടെ എസെക്കിയൽ ഫ്രാൻസിസ് അണ്ണൻ്റെ മിനിസ്ട്രിയോടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഇപ്പോൾ ശുശ്രൂഷയിലാണ് ആൾ. അദ്ദേഹം ഈ നമ്മുടെ ചർച്ചിൻ്റെ വാതിൽ അഷ്വസായിട്ട് ഇങ്ങനെ നിന്ന്, എന്ന് വെച്ചാൽ വരുന്നവരെ വെൽക്കം ചെയ്യാൻ നമ്മൾ 2-3 പേരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ചർച്ചിലേക്ക് വരുന്ന ആളുകളെ വെൽക്കം ചെയ്യാനായിട്ട് എല്ലാ നല്ല ചർച്ചകളിലും നിർദ്ദേശിച്ചൊക്കെ നന്നായിട്ട് സ്നേഹത്തോടെ കൈ കൊടുക്കാൻ അറിയാവുന്ന, ചിരിക്കാൻ ഈ പുട്ടുടുവൊക്കെ ആയിപ്പോയ തീർന്നില്ല, ഇങ്ങനെ ആ സ്നേഹത്തോടെ കൈ കൊടുക്കാൻ അറിയാവുന്ന ആളുകളെയൊക്കെ നിർത്തുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു സഹോദരൻ കരുനാപ്പള്ളിയിൽ നിന്ന് വന്നു. പുള്ളി ജിപ്സം ബോർഡിൻ്റെ പണിക്കാരനാണ്. പുള്ളിക്കാരന് ആദ്യം ഈ അന്ന് സൂര്യ ടി വിയിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട് രാവിലെ 6:30 മണിക്ക്. അത് കണ്ടിട്ട് വരിക. പുള്ളിക്കാരനൊരു ഹൈന്ദവനാണ്. പുള്ളിക്കാരന് ഇതിനകത്ത് ഒരു പിടുത്തവും ഇല്ല, എന്തുവാ ഏതാ ഒന്നും അറിഞ്ഞൂടാ, ജാതികീയനായ ഒരു മനുഷ്യൻ. അപ്പോൾ പുള്ളിക്കാരൻ വേദോസമൊന്നും ഇതുവരെ വായിച്ചിട്ട് പോലുമില്ല. കട്ടം
കയറി ആത്മഹത്യയുടെ വക്കി നിൽക്കുക പുള്ളിക്ക് അങ്ങനെ ഒരു സൂയിസൈഡിങ് ടെൻഡൻസി ഉണ്ട്. ചർച്ചിലേക്ക് വന്നു. ഇനി ഈ ചെറുപ്പക്കാരൻ, ഈ സഹോദരൻ, ഈ വിടുവിക്കപ്പെട്ട കരുനാപ്പള്ളിയിൽ നിന്ന് വന്ന സഹോദരൻ സ്റ്റേജിൽ കയറി പറഞ്ഞ സാക്ഷ്യമാണ് ഇനി പറയാൻ പോകുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നു. അങ്ങനെ ചിലർ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന സഹോദരൻ പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചർച്ചയിൽ വരുമ്പം എനിക്ക് ടിനു പാസ്റ്റർ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ട്, ടിനു ബ്രദറിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാവോ പ്രിയമുള്ളവരെ, പുള്ളി പറയാ, ഞാൻ അടുത്ത ഞായറാഴ്ചയും ഇവിടെ വന്നു. അതിൻ്റെ കാരണം ആ വെളിയിൽ നിന്ന സഹോദരനാണ്. അപ്പൊ എനിക്കൊരു നേച്ചറുണ്ട്, ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാനോട് ചോദിക്കും, അതെന്നാ ബ്രദറെ, അതെന്നാ വെളിയിൽ നിന്ന സഹോദരൻ എന്നാ? പുള്ളി പറഞ്ഞു, ഞാൻ ചങ്ക് തകർന്ന് ആത്മഹത്യയുടെ വക്കിലാണ് ഇവിടെ വന്നേ. എനിക്ക് യേശു ആരാന്നോ ദൈവം എന്താന്നോ ബൈബിൾ എന്താന്നോ ഒന്നും അറിയില്ല. പക്ഷെ വെളിയിൽ നിന്ന് ആ സഹോദരൻ എൻ്റെ കൈ പിടിച്ച് കുലുക്കി എൻ്റെ തോളത്ത് തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞു, ബ്രദറെ, എന്നെ വിടുവിച്ച കർത്താവ് നിന്നെ വിടുവിക്കും. എന്നെ വിടുവിച്ച കർത്താവ് നിന്നെ വിടുവിക്കും. എന്നെ സ്നേഹിച്ച ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ പുള്ളി പറയുകയാണ്, ആ ഒരൊറ്റ വാക്ക് സ്നേഹത്തോടെ ആ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരൊറ്റ വാക്ക് ഇന്ന് എന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റി. മക്കളെ, ഇത് സ്നേഹമാ, ഇത് സ്നേഹമാ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഓ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. ആ തിരുകളില്ലാത്ത സ്നേഹം. ആ കരങ്ങൾ ഉയർത്തി, അധരങ്ങൾ തുറന്ന്, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നീ നകന്നാലും അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. ആ തിരുകളില്ലാത്ത സ്നേഹം. കർത്താവേ, നിന്റെ സ്നേഹം എന്നിലൊന്ന് കവിഞ്ഞൊഴുകട്ടെ. കർത്താവിനോടുള്ള എന്റെ സ്നേഹം വർദ്ധിക്കട്ടെ. കർത്താവിനോടുള്ള എന്റെ സ്നേഹം വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. There is an unconditional love. അപ്പാന്നൊന്ന് വിളിച്ച് നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. ഹൃദയം കൊണ്ട് യേശുവേ എന്നൊന്ന് വിളിച്ചേ, അപ്പാന്നൊന്ന് വിളിച്ചു. ഇല്ലാതെ സ്നേഹിക്കും ഇല്ലാതെ സ്നേഹിക്കും ആ തിരുക്കളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുവിൻ. മുന്തിരിവള്ളിക്കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ
അതിന് സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൽ എന്നെ നിറയ്ക്കണേ. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാ കണ്ണുകളും അടച്ച്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ കരയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഉപവസിക്കാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടോ? ഓരോന്നും ദൈവം നടത്തിയ ഓരോ വഴികളും ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തെ, ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ, അവൻ ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്നുണ്ടോ? ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. പാടുന്നവർ ഒന്ന് സഹോദരന്മാർ ചേർന്ന് പാടി. സ്നേഹത്തിൽ തിരുത്തലുകളുണ്ട്, സ്നേഹത്തിൽ ശാസനകളുണ്ട്. ശാസനകളില്ലാത്ത സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം. തിരുത്തലുകളില്ലാത്ത സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം. പക്ഷെ സ്നേഹം ഒരിക്കലും അകറ്റിക്കളയുകയില്ല. സ്നേഹം ആരെ അകറ്റിക്കളയുകയില്ല. സ്നേഹം ചേർത്ത് പിടിക്കുന്നതാണ്, ചേർത്ത് പിടിക്കുന്നതാണ്. Thank you, Jesus. ഞാൻ വളരെ സിൻസിയറായിട്ട് ചോദിക്കുകയാണ്. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. കർത്താവേ, എനിക്ക് എൻ്റെ ഹൃദയം എവിടെയോ പല സാഹചര്യങ്ങൾ നിമിത്തവും എന്നെ മനം തഴമ്പിച്ചു പോയ പോലത്തെ ചില സാഹചര്യങ്ങളുണ്ട്. എനിക്ക് ശരിക്കും കർത്താവേ, ആ ആദ്യ സ്നേഹത്തിലേക്ക് എനിക്കൊന്ന് തിരിച്ചു വരണം. സഭയോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ആ ഒരു കംപ്ലൈന്റ് മാത്രമായിരുന്നു. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. കർത്താവെ, ആ സ്നേഹത്തിൽ എന്നെ ഒന്ന് തിരിച്ചു പിടിക്കണേ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പറയുന്നവരൊന്ന് കൈകൾ ഉയർത്തി. ഞാൻ അവരോട്, ഈ കൈകൾ ഉയർത്തിയ പ്രിയ മക്കളോട് പറയുന്നു, തള്ളിപ്പറഞ്ഞ പത്രോസ് വീണ്ടും പഴയ പടകും വലയും എടുത്ത് മത്സ്യബന്ധനത്തിന് പോയപ്പോഴും ആ തിബരിയാസ് കടൽക്കരയിൽ വന്ന് നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച യേശുവിനെ ഞാൻ അവിടെ കാണുകയാണ്. കുഞ്ഞുങ്ങളെ, മൈ ചിൽഡ്രൻ എന്ന് വിളിച്ച യേശുവിനെ ഞാൻ അവിടെ കാണുകയാണ്. ഞാൻ മറന്നാലും എന്നെ മറക്കാത്തവൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് എന്നോട് എന്തോ വലിയ ദേഷ്യമുണ്ട്, എന്തോ വലിയ വെറുപ്പുണ്ട്, കർത്താവിന് എന്നോട് ഇപ്പോൾ ആ സ്നേഹം ഇല്ലെന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും അല്ല. ആ ചിന്ത ഭയങ്കര തെറ്റാണ്. ആ ചിന്ത ഭയങ്കര റോങ് ആണ്. അത് പിശാച് നിന്റെ കാതിൽ പറയുന്ന വലിയ ഭോഷ്കാണ്. നിന്നോട് ചെവിയിൽ പിശാച് പറഞ്ഞ ഏറ്റവും വലിയ കള്ളത്തരമാണ്. നീ അവനെ മറന്നപ്പോഴും അവൻ നിന്നെ മറന്നില്ല എന്നുള്ളതാണ് സത്യം. നീ അവനെ ഓർക്കാതിരുന്നപ്പോഴും അവൻ നിന്നെ ഓർത്തു എന്നുള്ളതാണ് സത്യം. നീ അവന്റെ അരികിൽ വരാതിരുന്നപ്പോഴും അവൻ നിന്നിൽ നിന്ന് അകന്നു പോയില്ല എന്നുള്ളതാണ് സത്യം. ആദരങ്ങൾ തുറന്ന് യേശുവേ, യേശുവേ, ശബ്ദമുയർത്തി യേശുവേ, യേശുവേ, യേശുവേ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. സ്നേഹത്തിൽ നീ നഗന്നാലും അനുകമ്പാർദ്രമാ ഹൃദയമേ, എനിക്കായി തുടിക്കുന്ന ഹൃദയം, എന്റെ കർത്താവിന്റെ ഹൃദയം ഇപ്പോഴും എനിക്കായി ബീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ചർച്ചിൽ നിൽക്കുന്ന ചില പ്രിയ മക്കളോട് പറയുന്നു, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനെ വേണമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്.
കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ ഇതുവരെ ഞാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയല്ല. സ്നാനപ്പെടുന്നത് മതത്തിൽ ചേരാനോ ഒരു സംഘടനയുടെ ഭാഗമാകാനോ അല്ല. ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. കർത്താവിന്റെ ശിഷ്യയായി തീരേണ്ടതിനാണ്. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നവരായിരിക്കും. എൻ്റെ കൽപ്പനകളെ അവർ പ്രമാണിക്കുന്നവരായിരിക്കും. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് അങ്ങയുടെ കൽപ്പന അനുസരിക്കണം, എനിക്ക് സ്നാനപ്പെട്ട് യേശുവിനായി ജീവിക്കണം. അവരുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉയർത്തിക്കുക. പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. അവരുടെ കൈകൾ ഉയർത്തി, നന്നായിട്ട് ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. അകത്തും പുറത്തും നിൽക്കുന്നവർക്ക് കൈകൾ ഉയർത്താം. സഹോദരി സഹോദരന്മാർക്ക് ആ തീരുമാനമുള്ളവർക്ക് കൈകൾ ഉയർത്താം. മക്കളെ, കൈ ഉയർത്തിയവർ അഭിമാനത്തോടെ നന്നായി ഉയർത്തിപ്പിടിച്ചു, നന്നായി ഉയർത്തിപ്പിടിച്ചു. ശുശ്രൂഷകരായ 2 സഹോദരിമാർ വന്ന അവരുടെ അടുത്ത് വന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഈ മുമ്പിൽ കൈ ഉയർത്തി 2 സഹോദരിമാർ അടുക്കൽ വന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ആ പുറകിൽ കരങ്ങൾ ഉയർത്തിയവർ അടുക്കലേക്ക് വോളണ്ടിയേഴ്സ് ഒന്ന് ഓടിച്ചെന്നേ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. Thank you, Jesus. Thank you, Jesus. Any other song with the love of God, please? Raka Santa Mahatrusia. ഇന്ന് ഈ ആരാധനയിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സൗഖ്യം, ഒരു വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഒരു സൗഖ്യം എനിക്കുണ്ടാകണം. ഒരിക്കലും കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്നും അവനോടുള്ള സ്നേഹത്തിൽ നിന്നും ഒരു സാഹചര്യങ്ങളിലെയും കണ്ടുകൊണ്ട് ഞാൻ പുറകോട്ട് പോകത്തില്ല. ഞാൻ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കും, കർത്താവിന് വേണ്ടി നിൽക്കും. But Lord, I need the personal deliverance in my life. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിടുതൽ ഉണ്ടാകണം, സൗഖ്യം ഉണ്ടാകണം. ആഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്തുക.